അതേ പ്രിയരെ, നിന്റെ ശത്രുവിനെ ദൈവം പാദപീഠമാക്കുവോളം ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നീ ഇരിക്കുക. എന്നാൽ നീ ശത്രുവിൻ്റെ മധ്യേ വാഴും. പ്രൈസ് ദി ലോർഡ്. നീ ശത്രുവിനെ പാദപീഠമാക്കുവോളം ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുക. എന്നാൽ നീ ശത്രുവിൻ്റെ മധ്യേ വാഴും. നല്ലൊരു പ്രഭാതം ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുകയാണ്. ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് എന്ന ദൈവിക സന്ദേശവുമായി ഈ പ്രഭാതത്തിലും ദൈവത്തിനാൽ ഒരുക്കുന്ന നല്ല അവസരങ്ങൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിലെ ദൈവിക സന്ദേശവുമായി നിങ്ങളുടെ കൂടാരത്തിൽ വരുവാൻ ദൈവം ഒരിക്കൽ കൂടെ ഭാഗ്യം നൽകിയല്ലോ. എനിക്കറിയാം ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാണ്. നിങ്ങളുടെ കോളുകൾ, നിങ്ങളുടെ പ്രെയർ റിക്വസ്റ്റുകൾ ഞങ്ങൾ ആ ആഴമേറിയ ദൈവിക സന്ദേശത്തിൻ്റെ പ്രതികരണങ്ങളായി ഞങ്ങൾ കണക്കാക്കുകയാണ്. ഈ പ്രഭാതത്തിലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിനകത്ത് തന്ന ഒരു ചെറിയ ചിന്ത ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് കൈമാറാൻ ആഗ്രഹിക്കുകയാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 110 സങ്കീർത്തനം അതിൻ്റെ 1-2 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. യഹോവ എൻ്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക. നിൻ്റെ ബലമുള്ള ചെങ്കോൽ യഹോവ സിയോനിൽ നിന്ന് നീട്ടും. നീ നിൻ്റെ ശത്രുക്കളുടെ മധ്യേ വാഴുക. എന്ത് നല്ല വചനമാണല്ലേ! ഇതൊരു കേവലം ഒരു പ്രസംഗം, ഒരു സന്ദേശം ഏതോ യൂട്യൂബിലോ ഏതോ ചാനലിലോ ഏതെങ്കിലും ഇതര മാധ്യമങ്ങളിലൂടെ ആയിരിക്കാം ഈ സന്ദേശം കേൾക്കുന്നത്. ഒരു കേവലം ഒരു സന്ദേശം എന്നതിലുപരി ഒരു പ്രവചനാത്മാവിലുള്ള ദൈവിക ദൂതായി നിങ്ങൾ സ്വീകരിക്കണം. ഈ പകൽക്കാലം അത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് സംഭവിക്കും. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നിന്റെ ശത്രുക്കളെ ദൈവം പാദപീഠമാക്കുവോളം ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നീ ഇരിക്കുക. എന്തർത്ഥവത്തായ പദങ്ങളല്ലേ! വേദപുസ്തകത്തിനകത്ത് യഹോവ മോശയോട് പറയുന്നൊരു പദമുണ്ട്. മോശേ, നീ ജനത്തോട് പറ, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഈ പ്രഭാതത്തിലും ഇന്നലകളിൽ ചെയ്യാത്ത തെറ്റിന് അപമാനിക്കപ്പെട്ടവർ, ജീവിതത്തിൽ വന്നുപോയ ഏതോ പ്രതിസന്ധികൾ, മനഃപൂർവമായ ആരൊക്കെ ചില വിഷയങ്ങളിലേക്ക് തള്ളിവിട്ടു, ചില പ്രതിസന്ധികളിലേക്ക് തള്ളിവിട്ടു, ചില പ്രതികൂലങ്ങളിലേക്ക് തള്ളിവിട്ടു, ഇതുവരെയും വെളിപ്പെടാത്ത ചില മാനുഷികമായ ശത്രുക്കൾ ഒരുപക്ഷെ നിന്റെ മുൻപിൽ ഈ പ്രഭാതത്തിൽ വെളിപ്പെടുന്നുണ്ടായിരിക്കാം. ഇതുവരെയും കാണാത്ത പ്രതിസന്ധി നിന്റെ കൂടാരത്തിനകത്ത് വെളിപ്പെടുന്നുണ്ടാകാം. അതിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ഞാൻ ആത്മാവിലൊരു ദൂത് കൈമാറട്ടെ. പ്രതിസന്ധിയുടെ നടുവിൽ, പ്രതികൂലത്തിൻ്റെ നടുവിൽ, പോർക്കളത്തിൽ ഒരു പ്രതിസന്ധി വെളിപ്പെടുമ്പോൾ ഒരു യോദ്ധാവിനെ പോലെ യുദ്ധത്തിന് മാനുഷികമായി ഇറങ്ങുകയല്ല. ഒരു ക്രിസ്തു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പോർക്കളമെന്ന് പറയുന്നത്, അവൻ്റെ പോരാട്ടമെന്ന് പറയുന്നത് ആത്മീക പോർക്കളമാണ്. അതുകൊണ്ടാണ് പൗലൂസ് പറയുന്നത്, എൻ്റെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, അവ കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവയാണ്. ആരെയും തകർത്തു കളയാൻ മാനുഷികമായൊരു യുദ്ധം ഒരു പുതുനിയമ ക്രിസ്തു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പക്ഷേ നമുക്കെതിരെ എഴുന്നേൽക്കുന്ന മാനുഷികമാണെങ്കിലും പൈശാചികമാണെങ്കിലും ശത്രുക്കളെ, വെല്ലുവിളികളെ നാം അല്ല കൈകാര്യം ചെയ്യേണ്ടത്.
ദൈവമാണ് കൈകാര്യം ചെയ്യേണ്ടത്. അർത്ഥം, നീ ഇന്ന് അനുഭവിക്കുന്ന വേദന, നീ അനുഭവിക്കുന്ന താങ്ങാൻ കഴിയാത്ത പീഡകൾ ഒരുപക്ഷെ നിനക്ക് സഹിക്കുന്നില്ലായിരിക്കാം. നിന്റെ കൂടാരത്തിനകത്തുനിന്ന് തന്നെ ചില വ്യക്തികൾ നിനക്കെതിരെ എഴുന്നേൽക്കുന്നുണ്ടായിരിക്കാം. നിന്റെ സഭയ്ക്കകത്തുനിന്ന് തന്നെ മാനുഷികമായി നേർക്ക് നേരെ ചില വ്യക്തികൾ നിനക്കെതിരെ എഴുന്നേൽക്കുന്നുണ്ടായിരിക്കാം. അവരുടെ നാവ് കൊണ്ട് തന്നെ നിന്നെ നോക്കി പറഞ്ഞു കാണും, നിന്നെ ഞാൻ കാണിച്ചു തരാം, നിന്നെ ഞാൻ ശരിയാക്കി തരാം. പ്രിയരെ, വചനം പറയുന്നു, അവിടെയൊക്കെയും നമ്മൾ മൗനമായിരിക്കണം. നമ്മൾ പ്രതികരിക്കുന്നിടത്താണ് ദൈവം പ്രതികരിക്കാത്തത്. മനസ്സിലാകുന്നുണ്ടോ? ആ പദം അടിവരയിടണം. നമ്മൾ പ്രതികരിക്കുന്നിടത്ത് ദൈവം പ്രതികരിക്കില്ല. നമ്മൾ മൗനമായിരുന്നാൽ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കൈമാറുമ്പോൾ ഏതൊക്കെ കൂടാരങ്ങൾക്കകത്ത്, ഏതൊക്കെ കുടുംബങ്ങൾക്കകത്ത്, ഏതൊക്കെ സാഹചര്യങ്ങൾക്കകത്ത് ഈ വചനം ആഴമായി ഇറങ്ങിച്ചെല്ലുകയാണ്. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നൊരു ദൈവം, നിനക്ക് വേണ്ടി സഹായിക്കുന്നൊരു ദൈവം, നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു ദൈവം. വിശ്വസിക്കാൻ കഴിയുമോ? ധൈര്യത്തോടെ പറയണം, ഞാൻ മൗനമായിരിക്കുമ്പോഴും സ്വർഗം എനിക്ക് വേണ്ടി ഇറങ്ങും. ഞാൻ മൗനമായിരുന്നാലും എന്നെ സഹായിക്കാൻ ആരുമില്ലേലും, എനിക്ക് ഒരു വാക്ക് കൊണ്ട് പോലും സപ്പോർട്ട് ചെയ്യാനോ എനിക്ക് വേണ്ടി ഒരു വാക്ക് പറയാൻ പോലും ഉലകിലാരുമില്ലേലും എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട്. ആത്മനിറവിൽ ഞാൻ പറയാം, ഈറനണിഞ്ഞ കണ്ണുമായി ഏതൊക്കെ കൂടാരത്തിനകത്ത് ഏതൊക്കെ വ്യക്തികളെ ഭയന്ന്, ഏതൊക്കെ സാഹചര്യങ്ങളെ ഭയന്ന് അവനെന്നെ കൊന്നുകളയുമോ, അവനെൻ്റെ ജീവിതം തകർത്ത് കളയുമോ എന്നുപോലെ ഭയത്തിനകത്ത് ആഴ്ന്നുപോയ ആരോഗ്യം നോക്കി ആത്മാവ് പ്രവചിക്കുക. കുഞ്ഞെ, ബി ക്വയറ്റ്, നീ സൈലൻ്റ് ആയിരിക്കുക. നീ ദൈവസന്നിധിയിൽ സൈലൻ്റ് ആയിരിക്കുക. ജഡത്തിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുക. അതാണ് പോയിന്റ്. ജഡത്തിൽ യുദ്ധം ചെയ്യാതെ ദൈവത്തിൽ ആശ്രയിക്കുക. എങ്കിൽ ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, ദൈവം നിന്റെ ശത്രുവിനെ, ആര്? യഹോവ നിന്റെ ശത്രുവിനെ, ദൈവം നിന്റെ ശത്രുവിനെ നിനക്ക് പാദപീഠമാക്കി തരുവോളം. അർത്ഥം, നിനക്കെതിരെ എഴുന്നേറ്റ് നിൽക്കുന്ന ശത്രുവിനെ ആര് കൈകാര്യം ചെയ്യും? ദൈവം കൈകാര്യം ചെയ്യും. നിനക്കെതിരെ എഴുന്നേറ്റ് നിൽക്കുന്ന വെല്ലുവിളിയെ ആര് കൈകാര്യം ചെയ്യും? ഈ പകൽ ദൈവം കൈകാര്യം ചെയ്യും. ഈ പകൽക്കാലം ഈ സന്ദേശം കൈമാറുമ്പോൾ ആരുടെയൊക്കെ കൂടാരത്തിനകത്ത് ദൈവാത്മാവ് കൃത്യമായി ഇടപെടുക. കുഞ്ഞെ, ഞാൻ കൈകാര്യം ചെയ്യാൻ പോവുക. നിനക്ക് കഴിയില്ലെന്നല്ലേ പറഞ്ഞേ? നിനക്ക് ആവതില്ലെന്നല്ലേ പറഞ്ഞേ? ഈ പകൽക്കാലം ഭാരപ്പെടണ്ട, ദൈവം കൈകാര്യം ചെയ്യാൻ പോവുക. ദൈവം ചില വിഷയങ്ങളെ ഡീൽ ചെയ്യാൻ പോവുക. ദൈവം ചില വ്യക്തികളോട് ഇടപെടാൻ പോവുകയാണ്. ലിറ്ററലി വിശ്വസിക്കുക. നീ ദൈവസന്നിധിയിലിരിക്കുക, നീ ദൈവസന്നിധിയിൽ കരയുക. നിന്റെ തലമുറയോർത്ത്, നിന്റെ കുടുംബത്തെ ഓർത്ത്, നിന്റെ വഴികളെ ഓർത്ത്, നിന്റെ സാഹചര്യങ്ങളെ ഓർത്ത്, നിന്റെ ഉപജീവനത്തെ ഓർത്ത്, നിന്റെ വിദ്യാഭ്യാസത്തെ ഓർത്ത് നീ കരയുക. ദൈവം നിനക്ക് വേണ്ടി പകൽക്കാലം യുദ്ധം ചെയ്യട്ടെ. വചനം പറയുന്നു, സങ്കീർത്തനക്കാരൻ പറയുന്നു, നിന്റെ ശത്രുവിനെ പാദപീഠമാക്കുവോളം നീ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുക. അർത്ഥം, നീ ദൈവസന്നിധിയിൽ താണിരിക്കുക. ദൈവസന്നിധിയിൽ താണിരിക്കുക. മനുഷ്യനിൽ ആശ്രയിക്കാൻ പോകണ്ട. അവരോട് കൂട്ടുചേർന്ന്, രണ്ടുപേരെ കൂട്ടുചേർന്ന് യുദ്ധത്തിന് പോകണ്ട. നിന്റെ ശത്രുവിനെതിരെ പോർ വിളിക്കാൻ പോകണ്ട. ദൈവസന്നിധിയിൽ താണിരിക്കുക. ദൈവിക സന്നിധിയിൽ താണിരിക്കുക. ദൈവത്തിൻ്റെ കൃപ അധികമായി നിന്റെ കൂടാരത്തിനകത്ത് ചലിക്കും. അധികമായി ദൈവിക നീതി നിന്റെ കൂടാരത്തിനകത്ത് ചലിക്കും. ഒരു വ്യക്തികൾക്കും തടുക്കാൻ കഴിയാത്ത രീതിയിൽ അസാധാരണമായ ദൈവകൃപ ഒരു മഞ്ഞ് പോലെ, ഒരു മാരി പോലെ നിന്റെ കൂടാരത്തിനകത്ത് ഇറങ്ങി വരും. ആരും തകർക്കില്ല കേട്ടോ. എത്ര വലിയവൻ നിനക്കെതിരെ എഴുന്നേറ്റാലും നിന്നെ തകർക്കാൻ കഴിയില്ല. എത്ര ശക്തൻ തന്നെ നിനക്കെതിരെ എഴുന്നേറ്റാലും നിന്റെ തലയിലെ ഒരു രോമത്തിൽ തൊടാൻ കഴിയില്ല. കാരണം വചനം പറയുന്നു, നിന്റെ തലയിലെ രോമം പോലും എൻ്റെ ദൈവം എണ്ണിത്തിട്ടപ്പെട്ടിരിക്കുക.
അവൻ എണ്ണി തിട്ടപ്പെടുത്തിയിരിക്കുക. വിശ്വസിക്ക്. ഈ പകൽക്കാലം ദൈവത്തോട് പറ, കർത്താവ്, ഞാൻ മൗനമാകാം, ഞാൻ നിൻ്റെ വലതു ഭാഗത്തിരിക്കാം, ഞാൻ പ്രാർത്ഥനയിലുറ്റിരിക്കാം, ഞാൻ ഉപവാസത്തോടെ ആയിരിക്കാം, ഞാൻ അങ്ങയ്ക്കായി കാത്തിരിക്കാം. നീ എനിക്ക് വേണ്ടി ഒന്ന് പ്രവർത്തിക്കണമേ, നീ എനിക്ക് വേണ്ടി ഒന്ന് ചെയ്യണമേ. അങ്ങനെ നീ ചെയ്താലേ, നീ അങ്ങനെ ദൈവസന്നിധിയിലിരുന്നാലേ, നീ പ്രതികരിക്കേണ്ടടുത്ത് മൗനമായിരുന്നാലേ, സങ്കീർത്തനക്കാരൻ പറയുന്നു, നിനക്ക് വേണ്ടി ഒരു ചെങ്കോൽ ഉയരും. പ്രിയരേ, രാജാവ് ചുമ്മാതെ ചെങ്കോൽ നീട്ടാറില്ല. രാജസന്നിധിയിൽ രാജാവ് ചെങ്കോൽ നീട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തോ വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിന് പിന്നിൽ ആർക്കും തടുക്കാൻ കഴിയാത്തതെന്തോ രാജാവ് ചെയ്യാൻ പോവുക. അതുകൊണ്ട് വചനം പറയുന്നു, 2-ാമത്തെ വാക്യം പറയുന്നു, സിയോനിൽ നിന്ന് അവൻ ചെങ്കോൽ നീട്ടി. അടുത്ത പദമാണ് എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചത്. ഏറ്റെടുക്കാൻ കഴിയുമെങ്കിൽ ഏറ്റെടുക്കും. നിൻ്റെ ശത്രുക്കളുടെ മധ്യേ നീ വാഴും. നിൻ്റെ ശത്രുക്കളുടെ മധ്യേ നീ വാഴും. പ്രിയരെ, ദൈവം നിൻ്റെ ശത്രുവിനെ ഡീൽ ചെയ്താലേ, ദൈവം നിൻ്റെ ആ സാഹചര്യത്തെ ഡീൽ ചെയ്താലേ, നിൻ്റെ കൂടാരത്തെ ദൈവം ഡീൽ ചെയ്താലേ, നിൻ്റെ സഭയെ ദൈവം ഡീൽ ചെയ്താലേ, സഭയ്ക്കെതിരെ നിൽക്കുന്ന വിഷയങ്ങളെ ദൈവം ഡീൽ ചെയ്താലേ, നിൻ്റെ കൂടാരത്തിനെതിരെ നിൽക്കുന്ന വിഷയങ്ങളെ ഡീൽ ചെയ്താലേ, നീ അതിൻ്റെ മധ്യേ, എന്തിൻ്റെ? ശത്രുക്കളുടെ മധ്യേ നീ ചുമ്മാതിരിക്കുമെന്നല്ല, നീ കരഞ്ഞുകൊണ്ടിരിക്കുമെന്നല്ല, വേദന അനുഭവിച്ചിരിക്കുമെന്നല്ല, ഭാരപ്പെട്ടിരിക്കുമെന്നല്ല. യു വിൽ റെയിൻ ഓവർ ഇറ്റ്. നീ ദൈവസന്നിധിയിൽ ശത്രുക്കളുടെ മധ്യേ വാഴും. ശത്രുക്കൾ നോക്കി നിൽക്കെ അതിൻ്റെ നടുവിലൊരു വാഴ്ച നിന്നിൽ വെളിപ്പെടും. നിന്നെ തകർക്കാനല്ലേ പദ്ധതിയിട്ടെ? തകർക്കാനിട്ട പദ്ധതികളുടെ നടുവിൽ നീ വാഴാൻ പോവുക. സ്വീകരിക്ക്. നിന്നെ ഓട്ടിക്കാനല്ലേ പദ്ധതിയിട്ടെ? അതിൻ്റെ നടുവിൽ നീ വാഴാൻ പോവുക. നിന്നെ ചിതറിക്കാനല്ലേ പദ്ധതിയിട്ടെ? അതിൻ്റെ നടുവിൽ നീ വാഴാൻ പോവുക. നിന്നെ തീർത്തു കളയാനല്ലേ പദ്ധതിയിട്ടെ? അതിൻ്റെ നടുവിൽ നീ വാഴാൻ പോവുക. വിശ്വസിക്കുക കേട്ടോ. ദൈവത്തിൻ്റെ വലിയ ആഴമേറിയ കരം നിന്റെ കൂടാരത്തിനകത്ത് ചലിക്കുക. നീ വാഴും. പ്രിയരെ, ശത്രുവിനെ മാറ്റിയിട്ടല്ല ഒരു വാഴ്ച. അർത്ഥം, ശത്രു മാറിയിട്ടല്ല മേശ വെളിപ്പെടുന്നത്, ശത്രുക്കളുടെ മുൻപിലാണ് മേശ ഒരുക്കുന്നത്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ എൻ്റെ യഹോവയാൽ ദൈവം എന്നെ ശത്രുവിൻ്റെ മധ്യേ വാഴും. വാഴാനുള്ള കൃപ തരും. അതുപോലെയാണ് പ്രിയരെ സങ്കീർത്തനക്കാരൻ മറ്റൊരു ഭാഗത്ത് പറയുക, ശത്രുക്കൾ മുൻപാകെ എനിക്ക് വിരുന്നൊരുക്കും, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം. വിശ്വസിക്കാമോ? എന്നെ ഓട്ടിക്കാൻ ശ്രമിച്ചവരുടെ മുൻപിൽ നിന്റെ തലമുറ വാഴും. നിന്റെ കുടുംബജീവിതം തകർക്കാൻ ശ്രമിച്ചവരുടെ മുൻപിൽ നീ കുടുംബമായി വാഴും. നിന്റെ ജോലി സ്ഥലത്ത് നിന്ന് ഓട്ടിക്കാൻ ശ്രമിച്ചവരുടെ മുൻപിൽ ആ സ്ഥാപനത്തിൽ നീ വാഴും. ഏതോ ദേശത്തൊന്നും നിന്നെ ഓട്ടിക്കാൻ ശ്രമിച്ചില്ല ദൈവദാസനെ, അവിടെ നിങ്ങൾ വാഴും. നിങ്ങളുടെ കുടുംബം വാഴും. വിശ്വസിക്ക. ദൈവത്തിന്റെ ഫേവർ അതുപോലെ ചലിക്കുക. കൂടാരത്തെ ചലിപ്പിക്കുന്ന ഒരു ദൈവിക ഫേവർ. ഇന്ന് പകൽക്കാലം വാഴണോ? ദൈവസന്നിധിയിലിരിക്കുക. ദൈവസന്നിധിയിൽ താണിരിക്കുക. യുദ്ധം നിനക്കുള്ളതല്ല, യുദ്ധം യഹോവയുടേത്. യുദ്ധം യഹോവയുടേത്. വിജയം നമ്മുടേത്, പരാജയം ശത്രുവിൻ്റെത്. ഈ പകൽക്കാലം വിശ്വസിക്കുക. ദൈവിക നീതി നിന്റെ കൂടാരത്തിനകത്ത് വെളിപ്പെടും. ഇന്ന് പകൽക്കാലം ഒരു വാക്ക് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുള്ളവർ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചോ. ഈ നിമിഷം നിങ്ങളായിരിക്കുന്ന ഈടത്ത് എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചോ. സ്വർഗീയ നല്ല കർത്താവേ, ഞാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ ജനത്തിന് വേണ്ടി ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവപ്രവർത്തികൾ, വലിയ ചലനങ്ങൾ ഈ കൂടാരങ്ങൾക്കകത്തുണ്ടാകട്ടപ്പ.
ഇതുവരെ കാണാത്ത ചില വാഴ്ചകൾ, ഇതുവരെ വെളിപ്പെടാത്ത ചില ബ്ലെസ്സിങ്ങുകൾ, ചില ശത്രുക്കൾ അവരെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ, അവരെ മുച്ചൂട് മുടിച്ചു കളയാൻ ശ്രമിക്കുമ്പോൾ, തീർത്തു കളയാൻ ശ്രമിക്കുമ്പോൾ, ഈ പ്രഭാതത്തിൽ സ്വർഗമേ ലിറ്ററലി അവർക്ക് വേണ്ടി നീ ഇറങ്ങുന്ന പകലായി മാറണം. അവരെ വാഴിക്കത്തക്ക നിലവാരത്തിലൊരു ദൈവപ്രവൃത്തി വെളിപ്പെടണം. വഴികൾ, വാതിലുകൾ, വിശാലതകൾ വെളിപ്പെടണം. ജനത്തെ ഞാൻ അങ്ങനെ ബ്ലസ് ചെയ്യുകയാണ്. സ്വർഗം അങ്ങനെ ചെയ്യും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അതേ പ്രിയരെ, ശത്രുവിന്റെ മുൻപിൽ നമുക്ക് യുദ്ധമില്ല. യുദ്ധം ദൈവത്തിൻ്റെത്. ദൈവം യുദ്ധം ചെയ്യണമെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ മൗനമായിരിക്കുക. നീ ദൈവസന്നിധിയിൽ മൗനമായിരുന്നാൽ യുദ്ധം യഹോവ ചെയ്യും. നീ ശത്രുവിന്റെ മധ്യേ വാഴും. ഈ പകൽക്കാലം വിശ്വസിക്ക്, ഇത് നിന്റെ കൂടാരത്തിൽ അതുപോലെ വെളിപ്പെടും. നിന്റെ സഭയ്ക്കകത്ത് അതുപോലെ വെളിപ്പെടും. ഈ പകൽക്കാലം ദൈവദാസന് ഞങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുള്ളത് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഒരുപക്ഷെ നിങ്ങൾക്ക് വിളിച്ചിട്ട് ലഭിച്ചില്ലെങ്കിൽ വീണ്ടും ട്രൈ ചെയ്യുക. വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ അയക്കാം. ഞങ്ങൾ ഉറപ്പായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു പ്രയർ റിക്വസ്റ്റ് പോലും ഞങ്ങൾ പ്രാർത്ഥിക്കാതിരിക്കാറില്ല. സോ നിർബന്ധമായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ പകൽക്കാലം നിങ്ങൾക്ക് ഈ സന്ദേശം ഇഷ്ടമായ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ സന്ദേശം നിങ്ങൾക്ക് എല്ലാ പ്രഭാതത്തിലും ലഭിക്കണമെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ പകൽക്കാലം ദൈവത്തിൽ നമുക്ക് വാഴാം. ആരുടെ മധ്യേ? ശത്രുവിന്റെ മധ്യേ നമുക്ക് വാഴാൻ ദൈവം കൃപ നൽകട്ടെ. God bless you. Let us start our journey with Holy Spirit. പരിശുദ്ധാത്മാവിന്റെ കൂടെ ഒരു യാത്ര തിരിക്കാമോ? God bless you. Amen. Amen.